പുതിയൊരു വാർത്ത കാണിച്ചു തരട്ടേന്ന്. ഇത് വായിച്ചോക്കൂ. ഭാര്യയെ കൊന്നു, കഷ്ണം ആക്കി ആക്കി കിണറ്റിലല്ല, കുക്കറിൽ. അയ്യോ, ഓനെന്താ ഓന് തിന്നാനാ? അയ്യോ അയ്യോ, ഇന്നാള് ഇതേലെ കണ്ടിരുന്നു. അയ്യോ അയ്യോ അയ്യോ, നിത്ത പിന്നത്തെ കഥ. എന്തൊരു കഷ്ടാണ്. എങ്ങനെ ചെയ്തെന്നറിയോ? എന്തോ തർക്കണ്ടായി. എന്നിട്ട് ഭാര്യനെ കൊന്നു. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കുളിമുറിയിലിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി. എന്നിട്ട് എല്ല് വേറെ ഇറച്ചി വേറെ ആക്കി. എന്നിട്ട് ഇറച്ചിട്ട് കുക്കറിൽ വേവിച്ചു, എല്ല് അമ്മിയിലിട്ട് പൊടിച്ചു. ഓന്റെ ദേഷ്യം തീരണ്ടേ അല്ലേ? അയ്യോ, ഓ കലികാലം തന്നെയാ മോളെ. ഇതൊക്കെ കേൾക്കുന്നത് കലികാലം തന്നെയാ. മക്കളില്ലേ? ആ മക്കള് അറിഞ്ഞ എന്താ പോയതിന്റെ സ്ഥിതി? ഒരു അച്ഛൻ ചെയ്ത ക്രിയാണല്ലോ ഇപ്പൊ അത്, അമ്മേനെ അല്ലേ? പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാ ഒക്കാനിക്കും മക്കൾക്ക് അല്ലേ? ആ മക്കളി പോലും ചെയ്തുകൂടായിണ്ടോ? ചെയ്യില്ലേ? ചെലപ്പം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായിട്ടുണ്ടാവും. എന്നാലും അത് ചെയ്യണ്ടീന്നോ? ഒക്കെ അച്ഛനും അമ്മയില്ലേ? ഇല്ലേ? അതുങ്ങൾ എങ്ങനെ ഇത് കണ്ട് സഹിക്കും? ഇപ്പം പേപ്പർ നോക്കി അതിൽ കുലുമാലല്ലാണ്ട് ഇല്ല അതില്. അതേ ഉണ്ടാവുള്ളൂ. കേൾക്കുമ്പോ സങ്കടമാണ് കാണുമ്പോ, ഇല്ലേ? മക്കളുടെ തള്ളയാണുള്ളതൊക്കെ. പിന്നെ എങ്ങനെയാ മോളെ ഒരു കല്യാണമൊക്കെ കഴിക്കുക? രണ്ടോ പരിധിയിലാക്കുക എങ്ങനെയാ? ഇനി കണ്ടോളോണ്ടോ ആണുങ്ങള് വേണ്ടേ വേണ്ടാന്ന് പറയും പെണ്ണുങ്ങള്. വെറുതെ അല്ല മിന്നു പറയണത് കല്യാണം കഴിക്കില്ലാന്ന്. അല്ല, ഒരു കണക്കിന് വേണ്ടാന്നൊക്കെയാ നല്ലത്. ഇതാ വന്നു. ഇത് വായിച്ചു നോക്കുമ്പോൾ, ഇത് കേട്ട് നോക്കുമ്പോ എന്റെ മോളെ ആണുങ്ങള് വേണ്ട. നിറ്റപ്പോ കഥ ഓനെ അതുപോലെ ചെയ്യണ്ടേ? ഇതുകൊണ്ടല്ല ഞാൻ പറയണ കല്യാണം വേണ്ടെന്ന്. ഇപ്പൊ ഇത് കേട്ട് നോക്കുമ്പോ വേണ്ട. ആരും വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ മോളോ, എങ്ങനെ ഓൻ ഇതൊക്കെ കൈയോണ്ട് ഇതൊക്കെ മനസ്സിൽ വന്നു? അത് അരച്ചിട്ട് ഓൻ എന്താ ചെയ്യണോ? മേത്തേക്കാ മൂത്തിക്കണോ മൂത്തില്ലേ നോക്കാൻ ചക്കയല്ലോ നോക്കാൻ പോക്ക്. ഇങ്ങനെയാപ്പം ആണുങ്ങളെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പെണ്ണുങ്ങളെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല. പെണ്ണുങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല. കഴിയില്ല, രണ്ടും കഴിയില്ല. ആദ്യമൊക്കെ തേനങ്ങനെ ഒലിച്ചു പോകും. നല്ലവരുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല. ജാതിയുണ്ട്. പിന്നെ മറ്റേ പാടാകുമ്പോ അറിയില്ലല്ലോ. അതാ പറയുന്നത്. അപ്പൊ എന്താ നല്ലതെന്ന് അറിയോ? ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രണ്ടാൾക്കാരൊപ്പം നിക്ക, പക്ഷെ കല്യാണം ഒന്നും കഴിക്കണ്ട. അതെ, അതെ. അപ്പൊ പറ്റില്ല തോന്നി നമുക്ക് ഒഴിവാക്കാം. വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട. പ്രോഗ്രസ് അടിപൊളി. ഇത്രയും പ്രോഗ്രസ്. നാത്തൂന്റെ ഒരു കേക്കണ്ട, ഭർത്താവിന്റെ ഒരു കേക്കണ്ട, അമ്മായിയമ്മന്റെ ഒരു കേക്കണ്ട.